കാക്കനാട് DLF ഫ്ളാറ്റിൽ പകർച്ചവ്യാധി പിടിപെട്ട സാഹചര്യത്തിൽ ഫ്ളാറ്റുകളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ ക്ലോറിന്റെ അളവ് ദിവസവും 2 നേരം പരിശോധിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ഇന്നലെ 8 ഫ്ളാറ്റുകളിൽ നിന്ന് പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുതുതായി 3 പേർക്ക് കൂടി രോഗലക്ഷണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതേസമയം പൊതുതോട് അടച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത് മൂലം ഉണ്ടായ വെള്ളക്കെട്ടിൽ നിന്നാണ് അണുബാധ ഉണ്ടായത് എന്ന പ്രദേശവാസികളുടെ പരാതി പരിഹരിക്കാൻ സ്ഥലം MLA ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ യോഗം എപ്പോഴാണ്, എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? അഭിലാഷ്, ഉമാ തോമസ് MLAയുടെ നേതൃത്വത്തിൽ വിളിച്ച യോഗം ആരംഭിച്ചു കഴിഞ്ഞു. 2 മണിക്ക് തന്നെ യോഗം തുടങ്ങിയിരുന്നു. ഈ DLF ഫ്ളാറ്റിലെ അസോസിയേഷൻ പ്രതിനിധികളും ഒപ്പം ഈ ഫ്ളാറ്റിന് അടുത്തായിട്ടുള്ള ഒരു ദർശൻ നഗറുണ്ട്, അവിടെയുള്ള അന്തേവാസികളും ചേർന്നിട്ടുള്ള ഒരു യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇതിൽ ഈ പ്രദേശവാസികൾ പ്രധാനമായും ആരോപിക്കുന്നത് ഈ ഫ്ളാറ്റിന്റെ പണി തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ ഒരു തോടുണ്ടായിരുന്നു. അതായത് ആ ഫ്ളാറ്റ് നിൽക്കുന്ന ഇടം ഒരു ചതുപ്പ് നിലമായിരുന്നു, അവിടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോട് പൂർണ്ണമായും മൂടിയതിനു ശേഷമാണ് ആ DLF ഫ്ളാറ്റ് അവിടെ പണിതത്. ആ ഫ്ളാറ്റ് പണിയുന്ന സമയത്ത് തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു ആ തോട് മൂടരുത്, കാരണം അത് അടുത്തുള്ള പുഴയിലേക്കും കായലിലേക്കും ഒക്കെ വെള്ളം എത്തുന്ന ഒരു വഴിയാണ്, ഒരു തോടാണ്. അതടച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകും. അതവിടെ താമസിക്കുന്നവർക്കും ഫ്ളാറ്റിലുള്ളവർക്കും ഒക്കെ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഈ ദർശൻ നഗറിലുള്ള ആളുകളൊക്കെ അന്ന് തന്നെ DLF ഫ്ളാറ്റ് നിർമ്മിക്കുന്ന വേളയിൽ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഈ കോൺട്രാക്റ്റിലുള്ളവർ ഈ അന്തേവാസി ഈ സമീപ പ്രദേശത്തുള്ളവർക്ക് ഉറപ്പ് നൽകിയിരുന്നു ഈ തോട് അടച്ചു മൂടില്ല, പകരം അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു ഫ്ളാറ്റ് ആയിരിക്കും DLFൽ അവിടെ പണിയുക എന്നുള്ളൊരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഫ്ളാറ്റിന്റെ പണി പൂർത്തിയാകുന്ന സമയത്ത് തന്നെ ഈ തോട് പൂർണ്ണമായും അവർ അടച്ചു മൂടിയതിനു ശേഷമാണ് അവിടെ ഫ്ളാറ്റ് പണിതത്. ആ സമയത്ത് ഇവർ കോടതിയെ സമീപിച്ചിരുന്നു, പോലീസിനെയും പിന്നീട് കാണാൻ പറ്റുന്ന ജനപ്രതിനിധികളോടൊക്കെ ഈ വിവരങ്ങൾ കൃത്യമായി ഇവർ ധരിപ്പിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു നടപടി സ്വീകരിക്കാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ, അതായത് DLF ഫ്ളാറ്റിലെ വെള്ളം കുടിച്ച് അവിടെയുള്ള താമസക്കാർക്ക് പകർച്ചവ്യാധി വന്ന സാഹചര്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ വെള്ളത്തിൽ ഇത്തരത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഈ ബാക്ടീരിയ പ്രധാനമായും ഈ കിണറുകളിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത്തരം മലിനജലങ്ങളിലായിരിക്കും, ഈ ഒഴുകിയെത്തുന്ന മലിനജലങ്ങളിൽ നിന്നായിരിക്കും ഈ ബാക്ടീരിയ കൂടുതലായി കാണപ്പെടുന്നത്. ഈ ടെസ്റ്റ് നടത്തിയ വെള്ളം, അതായത് ഈ DLF ഫ്ളാറ്റിലെ കിണറിലെ വെള്ളത്തിലാണ്, മഴവെള്ളം ഒപ്പം തന്നെ കിണറിലെ വെള്ളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈക്കോളി ബാക്ടീരിയ കണ്ടെത്തിയത്. അപ്പോൾ തന്നെ, അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഈ ദർശൻ നഗറിലെ ആളുകളൊക്കെ ഉമാ തോമസ് ആ DLF ഫ്ളാറ്റ് സന്ദർശിക്കുന്ന വേളയിൽ പറഞ്ഞിരുന്നു, ഇത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഫ്ളാറ്റ് പണിയുന്ന സമയത്ത് ഞങ്ങൾ ഇത് കൃത്യമായി ഇവരെ അറിയിക്കുകയായിരുന്നു. പക്ഷേ അന്ന് നടപടികളൊന്നും സ്വീകരിക്കാത്ത എടുത്തതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്നതെന്ന് ഉമാ തോമസ് MLAയോട് അന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമാ തോമസ് MLA ഫ്ളാറ്റ് അസോസിയേഷനും അതോടൊപ്പം തന്നെ ഈ സമീപ പ്രദേശത്തുള്ളവരെയും താമസിക്കുന്നവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം ചേരാം, അതിലൊരു അന്തിമ തീരുമാനം എടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ തോട് പൂർവ്വസ്ഥിതിയിലാക്കുക, അല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളക്കെട്ടുണ്ടാകാത്ത രീതിയിലേക്ക് അവിടെ ഒരു കാന പണിയുക, അതിലേക്ക് കൃത്യമായി വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് വീണ്ടും എത്തിയാൽ അത് ഭാവിയിലും വലിയ ദുരന്തത്തിലേക്കായിരിക്കും തള്ളി നിൽക്കുക. ഇപ്പൊ തന്നെ കഴിഞ്ഞ മഴയിലൊക്കെ ഈ DLF ഫ്ളാറ്റിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വീടുകളിൽ വെള്ളം കയറുകയും വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ വെള്ളം തന്നെയാണ്, അവിടെ കെട്ടിനിന്ന വെള്ളം തന്നെയാണ് ഈ DLF ഫ്ളാറ്റിലെ കിണറുകളിലും പോവുകയും പിന്നീട് അത് കുടിച്ചവർക്കാണ് രോഗം പിടിപെടുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് അടിയന്തരമായി യോഗം ചേർന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇനി വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ, വെള്ളം കൃത്യമായി മലിനജലം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കും, അതിനു വേണ്ടിയിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിനിടെ DLF ഫ്ളാറ്റിൽ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഏകദേശം 500-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാറിയവർക്ക് തന്നെ വീണ്ടും രോഗം വരുന്നതാണ് ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത്. ശരി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ യോഗം തന്നെയാണ്. നവമി സൂചിപ്പിക്കുന്ന പോലെ വെള്ളം ഒഴുകുക, പ്രത്യേകിച്ച് കൊച്ചി പോലെ ഒരു പ്രദേശത്ത് കാക്കനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ ഇങ്ങനെ നിരവധിയായ ഫ്ളാറ്റുകളുണ്ട്. അത് സ്വാഭാവികമായ ജല ഒഴുക്കിനെ
പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് വലിയ പരാതികളൊക്കെയുണ്ട്. എന്തായാലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ കർശനമായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവിടെ ഇടപെടൽ നേരത്തെ തന്നെ ഉണ്ടാകേണ്ടതായിരുന്നു. ആ ഫ്ളാറ്റ് നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് ആ ഫ്ളാറ്റിൽ താമസിക്കുന്നവരും പ്രദേശവാസികളും ഒക്കെയാണ്. എന്തായാലും വൈകിയെങ്കിലും അതിന് പരിഹാരം ഉണ്ടാകുന്നുവെങ്കിൽ വളരെ നല്ലത്. അതോടൊപ്പം നവമി, ഈ രോഗം കൂടുതൽ ആളുകളിൽ ഇപ്പോഴും പടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രദേശവാസികൾ ഉൾപ്പെടെ ഇത്തരത്തിലൊരു ആശങ്ക, സ്വാഭാവികമായും ഈ വെള്ളക്കെട്ട് എന്നതൊക്കെ ദിവസങ്ങളോളം തുടരുന്ന ഒന്നാണല്ലോ. അത് ഒഴുകിപ്പോവാൻ മാർഗമില്ല എങ്കിൽ പിന്നെ വറ്റിപ്പോവുക എന്നത് മാത്രമാണ്. അതിന് ദിവസങ്ങളോളം എടുക്കും. അതിനുള്ളിൽ കൂടുതൽ രോഗാണുക്കളും ബാക്ടീരിയകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, അണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് കൃത്യമായൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടോ? DLF ഫ്ലാറ്റിലെ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ഒരു ആശങ്ക തന്നെയാണ്. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇത് ഡബിൾ ക്ലോറിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച കൂടി പുറത്തുനിന്ന് ടാങ്കുകളിൽ എത്തിക്കുന്ന വെള്ളം കുടിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഫ്ളാറ്റിലുള്ളവർക്ക് നൽകുന്നത്. അത് തന്നെ 2 തവണ ടെസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡബിൾ ക്ലോറിനേഷൻ നടത്തിയതിന് ശേഷം മാത്രം 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അവിടെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കാവൂ എന്നുള്ളൊരു കർശന നിർദ്ദേശം ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കൃത്യമായിട്ടുള്ള ആളുകളിലേക്ക് ഒരു ബോധവൽക്കരണം, ചികിത്സ ആവശ്യമുള്ളവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഈ ഫ്ളാറ്റുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ ഫ്ളാറ്റുകളിലെത്തി അവരെ നേരിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ ഫ്ളാറ്റിലെ അന്തേവാസികളെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പ് ഇതിനൊരു കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇനിയും ഇത്തരത്തിലുള്ള ഒരു വീഴ്ച ആവർത്തിച്ചാൽ അസോസിയേഷനെതിരെ കർശന നടപടിയെടുക്കുവാനും ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമായും ഈ മാലിന്യങ്ങൾ, കക്കൂസ് മാലിന്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ളാറ്റിലെ മാലിന്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായി സംസ്കരിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു സംഘത്തെ രൂപീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ അസോസിയേഷൻ ഉള്ളവരോട് ഇത് കർശനമായി തന്നെ പാലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവം ഈ മെയ് മാസത്തിൽ ഈ വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ട് പോലും ഇത് അസോസിയേഷനെ അറിയിച്ചിട്ടും അസോസിയേഷൻ ഒരു നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് മുന്നറിയിപ്പോ നൽകിയില്ല. ഇത് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വലിയൊരു വീഴ്ചയാണെന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു നോട്ടീസും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ചേർന്നിരിക്കുന്ന, അതായത് ഇപ്പോൾ ചേരുന്ന യോഗത്തിൽ ഇവിടെ തോട് പൂർണ്ണമായും, അതായത് അടച്ച് മൂടിയ തോടിൽ നിന്നും വേറൊരു വഴി, അതായത് ഈ വെള്ളക്കെട്ടുണ്ടാകാതെ വെള്ളം പുറത്തേക്ക് ഒലിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിഹാരം അത് കാണണം. അത് തീർച്ചയായും അങ്ങനെ ഒരു പരിഹാരം ആ യോഗത്തിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. വിശദാംശങ്ങൾ ആണ് ഇപ്പോൾ നവമി ദിനേശ് പങ്കുവച്ചത്. പല ഫ്ളാറ്റുകളും വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ്. അന്നത്തെ സാഹചര്യമല്ല ഇപ്പോഴത്തേത് എന്നതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണ വിഷയത്തിലടക്കം ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ചൊക്കെ ഭരണകൂടം പറയുമ്പോൾ ആ കാലയളവിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ തന്നെയാണ് ഊന്നൽ നൽകുന്നത്. അതിനുള്ള പരിഹാരം കണ്ടെത്തുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.